ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ഫുൾ സർക്കുലർ അംബ്രല്ല ചുരിദാർ എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഫുൾ സർക്കിൾ പറയുമ്പോൾ നമ്മൾ ഫുൾ മാക്സി ഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ, അല്ലേ ഒരു സാരി മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇതിന് ഒരു സാരി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ക്രേപ്പിൻ്റെ 3 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. നമുക്കിതിന് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ സ്ലീവിൽ ലൈനിങ് വെക്കുന്നില്ല. സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടിനുമാണ് ലൈനിങ് 3 മീറ്റർ കേട്ടോ. ഇത് നമുക്കിപ്പോൾ ബോഡി പാർട്ടിന് ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള തുണി മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ 13 ഇഞ്ച് വിട്ട് വരുന്നുണ്ട്. നീളം നമുക്ക് എത്രയാണെന്ന് നോക്കാം. 15 ഇഞ്ച് നീളം എടുക്കുന്നുണ്ട് കേട്ടോ. തയ്യൽ തുമ്പോട് കൂടി ചേർത്തിട്ടാണ്. തയ്യൽ തുമ്പ് 1 ഇഞ്ച് പോകുമ്പോൾ നമുക്ക് 14 ഇഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം 15 ഇഞ്ച് നീളം എടുക്കാം. കറക്റ്റായിട്ട് നീളം എടുത്തതിന് ശേഷം ഒരു ലൈന് വരയ്ക്കുക. ഇനി കഴുത്തകലം മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം. 4 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നെക്ക് മാർക്ക് ചെയ്യണില്ല കേട്ടോ. നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്നതിൽ നമുക്ക് കാണിക്കാം. ഇനി ആം ഹോളിൻ്റെ ഇറക്കം 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒരു ലൈന് വരയ്ക്കുക. എന്നിട്ട് ഒരു ബോക്സ് മാതിരി ഇടുക. ഈ ടോപ്പിൻ്റെ പാർട്ട് എല്ലാത്തിലും ഒരേ മാതിരിയാണ് കേട്ടോ. അംബ്രല്ല ടോപ്പിൽ സ്കേർട്ടിൻ്റെ മാത്രമേ നമുക്ക് ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിൾ അതൊക്കെ വരുള്ളൂ. നമ്മളിപ്പോൾ കർവ് ഷേപ്പിന് വേണ്ടി ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് ഒരു കർവ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കത്തെ കിട്ടി. ഇനി ഫ്രണ്ടിലോട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് ഇനിയും വരച്ചു കൊടുക്കാം. അത് ഫ്രണ്ടിലത്തെ ആം ഹോളും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കത്തെ ആം ഹോളും കിട്ടിയിട്ടുണ്ട്. ഇനി ബോഡി ലൂസ് നോക്കുക. നിങ്ങൾക്ക് എത്രയാണോ വണ്ണം അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. അളവ് ടോപ്പൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പം ഞാനതിലൊരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു XXL കുർത്തിമാരിയാണ് കേട്ടോ. ഡബിൾ എക്സലിൻ്റെ അംബ്രല്ല ടോപ്പ് മാതിരി. ബോഡി വേസ്റ്റിൻ്റെ നീളം ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പും ചേർക്കുന്നുണ്ട്. നമുക്ക് അവിടെ താഴോട്ട് 1 ഇഞ്ച് മേലെ മാർക്ക് ചെയ്യണം. ഒരു ചെറിയ കർവ് മാതിരി ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ ചുറ്റളവും കൂടി നോക്കുന്നുണ്ട്. ഇതിലെനിക്ക് 9 ഇഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് അളവ് ചുരിദാറിൻ്റെ ആം ഹോളിൻ്റെ അളവെടുത്തിട്ട് എങ്ങനെയാണോ അത് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പോയിൻ്റൊക്കെ ഇട്ടില്ലേ, അവിടെ ചെറിയ ഒരു ടാക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് മാറിപ്പോവാണ്ടിരിക്കാനും പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. ഇനി നമുക്കിത് നല്ല തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ വോയിസ് മ്യൂട്ടാക്കിയിട്ട് വീഡിയോ കണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ല തുണിയിൽ നമ്മൾ സാരീൻ്റെ കുറച്ച് പീസ് നമ്മൾ ലൈനിങ് എടുത്തില്ലേ, അതേമാതിരി എടുത്തിട്ട് ലൈനിങ്ങിൽ വയ്ക്കുക. ലൈനിങ് മേലെയും നല്ല തുണി താഴെയും വയ്ക്കുക. 4ആക്കി മടക്കിയിടുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവിനുള്ളതാണ്. 3/4 ഇഞ്ചാണ് ഞാൻ സ്ലീവ് വയ്ക്കുന്നത്. അത് ഞാൻ ലൈനിങ്ങിലാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സാരിൻ്റെ തുണിയിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ബ്ലറായിപ്പോഴും. നമ്മൾ സ്ലീവും ബോഡി പാർട്ടും കട്ട് ചെയ്തു. ഇനി നമുക്ക് സാരിൻ്റെ സ്കേർട്ടിൻ്റെ പാർട്ട് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. സാരിയിൽ മുന്താണി ഇല്ലാത്ത കാരണം എനിക്ക് ഫുൾ സാരി കിട്ടുന്നുണ്ട് കേട്ടോ സ്കേർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് വേണ്ടി സാരി 2ആക്കി മടക്കിയിട്ടു. 2ആക്കി മടക്കിയിടുമ്പോൾ നമുക്ക് 4 പീസ് വരും കേട്ടോ. 1 2 3 4 അങ്ങനെ 4 പീസ് വരണം. ഫോൾഡ് ചെയ്ത വശം നമ്മുടെ അടുത്ത് വരണം. എന്നിട്ട് നമുക്ക്
എപ്പോഴും അമ്പർല അത് നമുക്ക് ക്രോസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് ആയിട്ട് മടക്കിയിട്ടാണ് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ക്രോസിൽ മടക്കാണ്ട് ക്രോസിൽ ആ മൊക്ക് പീസില്ലേ, ആ മൊക്ക് പീസിൽ ലൈനിങ് ക്രോസായി വെച്ചിട്ട് നമുക്ക് ടേപ്പ് വെച്ച് അങ്ങനെ സർക്കിൾ ഷേപ്പിൽ അളവെടുക്കാം. സ്കേർട്ടിൻ്റെ എത്രയാണോ നീളം അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അധികവും ഇതിൽ ജോയിൻറ്റ് അധികവും വരില്ല, ചിലപ്പോൾ ഇറക്കം കൂടുന്നതിനനുസരിച്ച് കുറച്ച് മാത്രം ഒരു 2 സൈഡ് മാത്രം ചിലപ്പോൾ ജോയിൻറ്റ് വരും. അതെങ്ങനെയാണ് നിങ്ങൾ ഇറക്കം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ സാരിന് സ്കേർട്ടിന് വയ്ക്കാൻ വേണ്ടി മടക്കി വെച്ചിട്ടുണ്ട്. ലൈനിങ് പാർട്ടിനെ നമുക്ക് കറക്റ്റായിട്ട് അളവൊന്നും തെന്നിപ്പോവാത്ത രീതിയിൽ ഇങ്ങനെ ക്രോസിൽ വെക്കുക. ആ മൊക്കിൽ കാണില്ലേ, ഫോൾഡ് ചെയ്ത വശത്തിൻ്റെ അവിടെ നിന്ന് ക്രോസിൽ വെക്കുക. തുറന്ന വശം നമ്മുടെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എത്രയാണോ താഴെയുള്ള വേസ്റ്റിൻ്റെ നീളം അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഞാൻ മേലെ വയ്ക്കുന്നുണ്ട്. ആദ്യം വയ്ക്കുമ്പോൾ കുറച്ചും കൂടി തുണി കിട്ടുന്നുണ്ടല്ലോ, കുറച്ച് ഞാൻ മേലെ ലൈനിങ്ങിൽ നമുക്ക് എത്രയാണോ വേസ്റ്റിന് നീളം കിട്ടുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഓവർ കൺഫ്യൂസ് ആക്കുന്നില്ല. മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇത് മഞ്ഞായത് കാരണം നന്നായി കാണുന്നില്ല, സാരി തെന്നിപ്പോവും ചെയ്യണം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് ടേപ്പ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണില്ല. കട്ട് ചെയ്തെടുത്തില്ലേ, ഇനി ആ ബോഡി പാർട്ടിൻ്റെ ആ വേസ്റ്റിൻ്റെ ഇവിടെ ഒന്ന് വെച്ച് നോക്കുക. നമുക്ക് ഇങ്ങനെ പിടിച്ചടിക്കുമ്പോൾ കറക്റ്റായി അളവ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ നീളം എത്രയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 33 ഇഞ്ചാണ് താഴെയുള്ള സ്കേർട്ടിൻ്റെ അളവെടുക്കുന്നത്. ബോഡി പാർട്ട് 15 ഇഞ്ച്. അതിൽ ബോഡി പാർട്ടിൻ്റെ 1 ഇഞ്ചും സ്കേർട്ട് പാർട്ടിൻ്റെ 1 ഇഞ്ചും തയ്യൽ തുമ്പിന് വേണ്ടി ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 32 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽ തുമ്പിന് കൂടിയിട്ട് 33 ഇഞ്ച്. അപ്പോൾ നമുക്ക് മേലെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അതിൻ്റെ മേലെ തന്നെ ടേപ്പിൻ്റെ 1 ഇഞ്ച് വയ്ക്കുക. എന്നിട്ട് താഴോട്ട് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് ആദ്യത്തെ മാർക്കിങ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ആദ്യത്തെ മാർക്കിങ് ചെയ്യുന്നുണ്ട്. ഈ ടേപ്പ് അവിടെ തന്നെ തുടക്കം അവിടെ തന്നെ വെക്കുക. എന്നിട്ട് താഴോട്ട് കറക്റ്റായി വെച്ചതിന് ശേഷം ഈ 33 ഇഞ്ച് റൗണ്ടിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെയൊക്കെ കിട്ടും. അതിൻ്റെ തലപ്പത്ത് മാത്രം ഒരു ചെറിയൊരു ജോയിൻ്റേ വരുന്നുള്ളൂ. അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയി. ജോയിൻ്റ് വെക്കുന്നത് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. 2 വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. കണ്ടില്ല, അത് ഈ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ചെറിയൊരു ജോയിൻ്റ് വരുന്നുള്ളൂ. ഒരു 2 ഇഞ്ചിൻ്റെ വ്യത്യാസമേ കാണുന്നുള്ളൂ. അത് നമുക്ക് ഇറക്കപ്പോൾ 30 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ ജോയിൻ്റ് ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് 3 ഇഞ്ചല്ലേ നമ്മൾ, അതിൽ ബോഡി പാർട്ടിന് നമ്മൾ മാറ്റിയെടുത്തു. അത് കാരണം 2 ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് ക്രോസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 4 ആക്കി മടക്കുമ്പോൾ നമുക്ക് കിട്ടണില്ല. അപ്പോൾ ക്രോസിലിങ്ങനെ മടക്കിയതിന് ശേഷം നമുക്കിതിൽ നല്ല തുണി വയ്ക്കുക. നല്ല തുണി വെച്ചതിന് ശേഷം ആ സ്കേർട്ടിൻ്റെ നീളത്തിൻ്റെ 2 ഇഞ്ച് മൈനസാക്കിയിട്ട് റൗണ്ടിൽ ഇതേമാതിരി മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. പറയണ മനസ്സിലാവണമെന്ന് വിചാരിക്കണു. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്ന് കമൻറ്റിൽ അവിടെ ചോദിക്കുക കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2 ഇഞ്ച് മൈനസാക്കിയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. മേലെ ആ ബോഡി പാർട്ടും വെച്ചിട്ട് എത്രയാണോ അളവ് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങും സ്കേർട്ട് പാർട്ട് ബോഡി പാർട്ട്
പിന്നെ സ്ലീവ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.